പിന്നെ ഒരു അതിവാദം അതിലുണ്ട്. സിഹറിന് ഫലമുണ്ട്, തഅ്സീറുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. സിഹറിന് തഅ്സീറുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് ശിർക്കാണ്. അത് കടുത്ത അപരാധമാണ്. മുസ്ലിം ഉമ്മത്തിനെ അധികവും മുസ്ലിം ഉമ്മത്തിൽ 90% വരുന്ന പണ്ഡിതന്മാരെയും, വേണമെങ്കിൽ 100 തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ 99 തന്നെ പറയാൻ പറ്റും, 90 കൂട്ടിക്കോളിങ്ങൾ, ആ പണ്ഡിതന്മാരൊക്കെ കാഫിർ മുശ്രിക്കാക്കിയിട്ടുള്ള നിങ്ങളുടെ അതിവാദം ഉണ്ടല്ലോ, അത് കടുത്ത അപരാധമാണ്. സിഹ്ർ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ആഭിചാരങ്ങളും ശിർക്കാണ്. അതുപോലെ തന്നെ അത് പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണിതൊക്കെ. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. ആലോചിച്ചു, സിഹ്ർ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ആഭിചാരങ്ങളും ശിർക്കാണ്. അതുപോലെ തന്നെ അത് പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണിതൊക്കെ. അത് ഭരിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും ശിർക്കാകുമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് വ്യക്തത വരുത്തുകയും ചെയ്തൊരു കാര്യമാണ്. സിഹറിന് തഅ്സീറുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് ശിർക്കാണ്. അത് കടുത്ത അപരാധമാണ്. മുസ്ലിം ഉമ്മത്തിനെ അധികവും മുസ്ലിം ഉമ്മത്തിൽ 90% വരുന്ന പണ്ഡിതന്മാരെയും, വേണമെങ്കിൽ 100 തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ 99 തന്നെ പറയാൻ പറ്റും, 90 കൂട്ടിക്കോളിങ്ങൾ, ആ പണ്ഡിതന്മാരൊക്കെ കാഫിർ മുശ്രിക്കാക്കിയിട്ടുള്ള നിങ്ങളുടെ അതിവാദം ഉണ്ടല്ലോ, അത് കടുത്ത അപരാധമാണ്.